മാറുന്ന ലോകത്തെക്കുറിച്ച് നല്ല ബോധമുള്ള മനുഷ്യന്മാർ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിരുന്നത്, നമ്മളോടൊപ്പം ചേർന്നിരിക്കേണ്ടിയിരുന്നത് ഒരു 4 വയസ്സ് മുതൽ 19 ഒക്കെ വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളായിരുന്നു. അവരാണ് മാറുന്ന ലോകത്തെക്കുറിച്ചും അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതും. സാമൂഹിക പ്രസക്തിയും ഒന്നിച്ചിരിക്കലെല്ലാം ചെയ്യേണ്ടിയിരുന്നത് അവരോടാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പായയിൽ നാടകം കണ്ടും ഒന്നിച്ച് സിനിമക്കൊക്കെ പോയ സംസ്കാരമുള്ള ആളുകളാണ്. അതിനപ്പുറത്തേക്കൊരു മാറ്റമൊന്നും ഇപ്പൊ ഇല്ല. പക്ഷേ നമ്മളോടൊപ്പം ചേർന്നിരിക്കേണ്ടിയിരുന്ന മനുഷ്യജന്മങ്ങളെ ഞാൻ ഈ സദസ്സിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് ആ സ്റ്റേഷനിൽ കാണുന്ന സംഗതികൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് BP കൂടുവെന്നല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുന്നത് നല്ല രസമാട്ടോ. ബോധവൽക്കരണം ക്ലാസ് നടത്തിയിട്ട് ഇന്ന് വരെ ഒരൊറ്റൊരാളും നന്നായിട്ടില്ല. ഒന്നുകിൽ ബോധവൽക്കരണം നടത്തുന്ന ആൾക്ക് ബോധം ഉണ്ടാവണം, ഇല്ലെങ്കിൽ കേൾക്കുന്ന മനുഷ്യന്മാർക്ക് ബോധം ഇല്ലാണ്ടാവണം. അങ്ങനെയാണല്ലോ ബോധവൽക്കരണ ക്ലാസ് മുന്നോട്ട് കൊണ്ടത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു 12 കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു വിഷയമായിട്ടൊക്കെ മുന്നോട്ട് നടക്കുന്നത്. ഞാൻ 12 കൊല്ലം ക്ലാസ് എടുത്തിട്ടും എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്ന് വരെ ഒരൊറ്റൊരാളും നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ മുമ്പിലിരിക്കുന്ന ഒരാളും ഇതുകൊണ്ട് നന്നാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. അപ്പൊ നിങ്ങളേക്ക് മഞ്ഞത്ത് പിന്നെ എന്തിനാ പൊട്ടാ ഇങ്ങോട്ട് വന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ വന്നത് നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല. ഹരിപ്രസാദ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നോട് എന്താ ദേഷ്യേണ്ട ഓനോടാണ് തീർക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളത് എന്താ, ഞാൻ ക്ലാസിന്റെ അവസാനം പറയാം ഞാൻ എന്തിനാണ് ക്ലാസ് എടുക്കാൻ വന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ, കാരണം നിങ്ങളൊക്കെ മനസ്സിൽ വളരെ കോൺഫിഡൻസ് ആണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും സഹോദരന്മാരുടെ ഒക്കെ മനസ്സിൽ നല്ല പ്രതീക്ഷകളാണ് ഞാൻ കാണുന്നത്. തിളക്കമുള്ള കണ്ണുകളാണ് ഞാൻ കാണുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു 3-4 ജന്മങ്ങൾ മുന്നിലിരിക്കുന്നുണ്ട്. നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി കേട്ടാ. കാരണം മുന്നിലത്തെ കസേരല്ല ഒഴിഞ്ഞിട്ട് തന്നെയാണുള്ളത്. എല്ലാവരും നടുക്കും മൂലക്കും സൈഡിലെല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഈ 3 കുട്ടികൾ, ആ 4 കുട്ടികൾ ഇങ്ങനെ മുൻനിരയിൽ വന്നിരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് ഈ കുട്ടികൾക്ക് ഞാൻ നൽകുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ ഒരു പൊതുസമൂഹത്തിൽ വന്നിരുന്നു എന്ന് തന്നെ ഈ നാടിനെ അഭിമാനിക്കാൻ വകയുള്ള സംഗതിയാണ്. കാരണം ഓല പ്രത്യേകത എന്താ അറിയോ, അത് പറഞ്ഞിട്ട് മാറുന്ന ലോകത്ത് നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത് ഈ കുട്ടികളെയാണല്ലോ. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് എന്താ അത്ഭുതം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ കുട്ടികളുടെ പേര് തന്നെ മനുഷ്യക്കുട്ടി എന്നൊന്നുമല്ല. 2000-ന് ശേഷം ജനിച്ച മനുഷ്യജന്മങ്ങളുടെ പേര് 2K കിഡ്സ് എന്നാണ്. ഇതൊക്കെ 2K കിഡ്സാ. 2000-ന് ശേഷം